ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ എൻട്രീൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങാം. ചാപ്റ്ററിൻ്റെ പേര് വന്നിട്ടുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ പേരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ആർക്കെങ്കിലും അറിയാവാ? വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഘടകങ്ങളുടെ നിയന്ത്രണത്തിനു വേണ്ടി അതിൻ്റെ നിർമ്മാതാക്കൾ തയ്യാറാക്കുന്ന പ്രോഗ്രാമുകളെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തന വ്യവസ്ഥയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഘടകങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട്, കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മിഷൻ മാത്രമാണ്. അല്ലാണ്ട് അതിൽ പിന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റൂല. അതിന് എന്ത് വേണം? ചിന്തിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. ഈ ചിന്തിക്കാനുള്ള കഴിവ് ആരാ കൊടുക്കുന്നത്? ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കൊടുക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മിഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ വിവിധ ഘടകങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ നിർമ്മാതാക്കൾ ഇത് തയ്യാറാക്കുന്ന ആൾക്കാർ, നിർമ്മാതാക്കൾ തയ്യാറാക്കുന്ന പ്രോഗ്രാമുകളെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തന വ്യവസ്ഥയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ? വിൻഡോസ് അല്ലേ? വിൻഡോസ് വേണ്ടേ കമ്പ്യൂട്ടറിൽ? വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് അല്ലെങ്കിൽ MS ഡോക്യുമെന്റ്സ്, ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, എന്തൊക്കെയാണ്? വിൻഡോസ്, ലിനക്സ്, പിന്നെ MS ഡോക്യുമെന്റ്സ്, ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഉദാഹരണം. എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് മനസ്സിലായല്ലോ? കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഘടകങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് അതിനെ നിർമ്മാതാക്കൾ തയ്യാറാക്കുന്ന പ്രോഗ്രാമുകളെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തന വ്യവസ്ഥയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ റീസൈക്കിൾ ബിൻ ആൻഡ് ടാസ്ക് ബാർ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ റീസൈക്കിൾ ബിൻ ആൻഡ് ടാസ്ക് ബാർ. എന്താ ഈ റീസൈക്കിൾ ബിൻ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് എല്ലാവരും എന്താണെന്ന് പറഞ്ഞു തരണം. ഓക്കെ, റീസൈക്കിൾ ബിൻ എന്നാ അതന്നെ. എന്താണ്? നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന, നമ്മൾ നീക്കം ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ ഫയലുകളായിക്കോട്ടെ, ഫോൾഡറുകളായിക്കോട്ടെ, പിക്ചേഴ്സ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, ഓഡിയോസ് ആയിക്കോട്ടെ, എന്തും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന, നമ്മൾ നീക്കം ചെയ്യുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ റീസൈക്കിൾ ബിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഫോണിലെല്ലാം കാണുന്നില്ലേ ബിന്നുള്ള ഓപ്ഷൻ? നമ്മൾ ഡിലീറ്റ് ആയാലും നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് വേണമെങ്കിൽ റീട്രൈവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിനൊന്നുണ്ട്, ഈ ബിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, റീസൈക്കിൾ ബിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൻ്റെ സ്ക്രീൻ തുറന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു വേസ്റ്റ് കൊട്ടേൻ്റെ ചിഹ്നം കാണുന്നില്ലേ? വേസ്റ്റ് ബാസ്കറ്റിൻ്റെ ചിഹ്നം. അതിനെയാണ് എന്ത് പറയുന്നത്? റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന, നമ്മൾ നീക്കം ചെയ്യുന്ന ഫോൾഡർ, ഫയൽ മുതലായവ സൂക്ഷിച്ചു വെക്കുന്ന ഭാഗത്തെയാണ് റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ആയിപ്പോയി കുറേ ദിവസം കഴിഞ്ഞാൽ ബോധം വരുന്നു, ഈ ഡിലീറ്റ് ആയി പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ അത് റീട്രൈവ് ചെയ്യാനും പറ്റും, തിരിച്ചെടുക്കാനും വേണ്ടി പറ്റും. അതാണ് റീസൈക്കിൾ ബിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ടാസ്ക് ബാർ. ടാസ്ക് ബാർ അതായത് ഇതൊരു കമ്പ്യൂട്ടർ സ്ക്രീനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനാണ്. നമ്മൾ ഓപ്പൺ ചെയ്താൽ കാണുന്ന കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനാണിത്. അതിൻ്റെ താഴെ ഒരു ലൈന് പോലെ കാണുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ടാസ്ക് ബാർ എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഘടകമാണ് ടാസ്ക് ബാർ. അതായത് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഘടകമാണ് ടാസ്ക് ബാർ. ഓക്കെ, അപ്പോൾ എന്തിനീ ടാസ്ക് ബാറിനെ കൊണ്ടുള്ള ഉപയോഗം എന്തെന്നാ? നമ്മൾ
ഏത് പ്രോഗ്രാമാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കമ്പ്യൂട്ടറിൽ നമ്മൾ എന്താണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്, ഏത് ഫയലാണ് നമ്മൾ തുറന്നത്, ഏത് ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്തത്, അല്ല എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് എവിടെ കാണാൻ വേണ്ടി പറ്റും? ഈ ടാസ്ക് ബാറിൽ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഈ ടാസ്ക് ബാർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സൽ ആണോ തുറന്നത്, അല്ലെ വേർഡ് ആണോ ഓപ്പൺ ചെയ്ത്, അല്ലെങ്കിൽ പവർ പോയിന്റ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫയലാണോ ഓപ്പൺ ചെയ്ത്, എന്താണ് ഇപ്പം നിലവിൽ റൺ ചെയ്യുന്നതെന്ന് ഈ ടാസ്ക് ബാറിൽ നോക്കിയാൽ മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും? അതിൻ്റെ ഐക്കൺ, അതിൻ്റെ ചിഹ്നം ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യും. എക്സൽ ആണെങ്കിൽ EX എന്ന് കാണും, വേർഡ് ആണെങ്കിൽ അതിൻ്റെ ചിഹ്നമായ W എന്ന് കാണും. അങ്ങനെ എന്താണോ നിലവിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം അതെന്താണെന്ന് ഈ ടാസ്ക് ബാറിൽ നോക്കിയാൽ മനസ്സിലാവും. ആ പ്രോഗ്രാം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന പ്രോഗ്രാം ക്ലോസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് റിമൂവ് ആവും, അത് ഓട്ടോമാറ്റിക്കലി അവിടുന്ന് പോവുകയും ചെയ്യും. അതാണ് ഈ ടാസ്ക് ബാറിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഏത് പ്രോഗ്രാമാണ് നിലവിൽ സജീവമായത് പ്രവർത്തിക്കുന്നതെന്ന് ടാസ്ക് ബാറിൽ നോക്കിയാൽ മനസ്സിലാവും. അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടുന്ന് റിമൂവ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, അത് ആ പ്രോഗ്രാം ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടാസ്ക് ബാറിൽ നോക്കിയാൽ മനസ്സിലാവും. അതാണ് ഈ ടാസ്ക് ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ബോട്ടം താഴെ കാണുന്ന ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഘടകമാണ് ടാസ്ക് ബാർ. നിലവിലുള്ള പ്രോഗ്രാം ഏതാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതാണ് സജീവമായിരിക്കുന്നതെന്ന് ഇവിടെ നോക്കിയാൽ ടാസ്ക് ബാറിൽ നോക്കിയാൽ മനസ്സിലാവും. എപ്പോഴാണോ നമ്മൾ ആ പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കലി അവിടുന്ന് പോവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് മൈ കമ്പ്യൂട്ടർ? മൈ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം എന്നാൽ എന്ത്? എൻ്റെ കമ്പ്യൂട്ടർ എന്നില്ല ഉദ്ദേശം. മൈ കമ്പ്യൂട്ടർ കാണുന്നില്ലേ, മൈ PC. എന്താണ് അതിൻ്റെ ഉപയോഗം? എന്നാ നോക്കാം. ഫ്ലോപ്പി, ഹാർഡ് ഡിസ്ക്, CD-ROM, നെറ്റ്വർക്ക് ഡ്രൈവ് എന്നിവയിലെ ഉള്ളടക്കം കാണിച്ചു തരുന്ന, എന്നിവയിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഈ ഹാർഡ് ഡിസ്കിൽ എന്തൊക്കെയുണ്ട്, CD-യിൽ എന്തൊക്കെയുണ്ട്, നെറ്റ്വർക്ക് ഡ്രൈവിൽ എന്തൊക്കെയുണ്ട്, ഇവയിലൊക്കെ എന്തൊക്കെയുണ്ട്, ഇവയിലൊക്കെ ഉള്ളടക്കം കാണിച്ചു തരുന്ന ആളാണ് ആര്? ഈ മൈ കമ്പ്യൂട്ടർ. ഓക്കെ, ആരാണ്? മൈ കമ്പ്യൂട്ടർ. എന്താ കാണിച്ചു തരുന്നത്? ഈ ഹാർഡ് ഡിസ്ക്, നെറ്റ്വർക്ക് ഡ്രൈവ്, CD ഇവയിലൊക്കെ ഉള്ളടക്കം കാണിച്ചു തരുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗത്തെയാണ് നമ്മൾ മൈ കമ്പ്യൂട്ടറിലാണ് ഇതൊക്കെ ഉണ്ടാവുക. മൈ കമ്പ്യൂട്ടറാണ് ഇതിന്റെ ഉള്ളടക്കം നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം. പിന്നെ അതേപോലെ തന്നെ ഒരു ഫോൾഡറിലുള്ള ഫയൽ സെർച്ച് ചെയ്യാനും ഓപ്പൺ ആക്കാനും സാധിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ഉള്ളടക്കം മനസ്സിലാക്കി നമുക്ക് ഏതെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യണം, അതിനൊക്കെ വേണമെങ്കിൽ നമ്മൾ ഈ PC മൈ കമ്പ്യൂട്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ രണ്ടുമാണ് മൈ കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഉപയോഗങ്ങൾ. ഒന്നാമത് എന്താണ് മൈ കമ്പ്യൂട്ടർ ഉപയോഗമാണ് നമ്മൾ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ ആണ് ഫ്ലോപ്പി, ഹാർഡ് ഡിസ്ക്, CD-ROM, നെറ്റ്വർക്ക് ഡ്രൈവ് തുടങ്ങിയവയുടെ ഉള്ളടക്കം കാണിച്ചു തരുന്നു. അതേപോലെ തന്നെ ഏതെങ്കിലും ഫയലോ ഫോൾഡറോ മുതലായവ സെർച്ച് ചെയ്യാനും നമുക്ക് മൈ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയുന്നു. ഇതാണ് മൈ കമ്പ്യൂട്ടറിന്റെ രണ്ട് ഉപയോഗങ്ങൾ. അടുത്തത്, വാട്ട് യു മീൻ ബൈ ഫയൽ മാനേജ്മെന്റ്? ഫയൽ മാനേജ്മെന്റ് എന്നാൽ എന്താണ് നോക്കാം. വിൻഡോസ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വിൻഡോസ് ഫയൽ മാനേജ്മെന്റ് നടത്താവുന്നതാണ്. വിൻഡോസ് എക്സ്പ്ലോറർ ഫയൽസ്, ഫോൾഡറുകൾ, സ്റ്റോറേജ് ഡിവൈസുകൾ എന്നിവയെ ശ്രേണിയായി കാണിച്ചു തരുന്നു. കൂടാതെ നെറ്റ്വർക്ക് ഡ്രൈവുകളും കാണാവുന്നതാണ്. അതുപോലെ തന്നെ കോപ്പി, റിമൂവ്, റീനെയിം, സെർച്ച് മുതലായവയും നമുക്ക് ഫയൽ മാനേജ്മെന്റിൽ ചെയ്യാൻ വേണ്ടി കഴിയുന്നു. ഓക്കെ, ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതിയേ. എന്താണ് ഫയൽ മാനേജ്മെന്റ് ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. വിൻഡോസ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ഫയൽ ഫയലിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് വിൻഡോസ് എക്സ്പ്ലോറർ ഫയൽസ്, ഫോൾഡറുകൾ, സ്റ്റോറേജ് ഡിവൈസുകൾ എന്നിവയെ ശ്രേണിയായിട്ട് കാണിച്ചു തരുന്നു. കൂടാതെ നെറ്റ്വർക്ക് ഡ്രൈവുകളും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് റീനെയിം ചെയ്യണം, പേര് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ മൂവ് ചെയ്യണം, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം, അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫയൽ മാനേജ്മെന്റ്. മനസ്സിലായോ? അടുത്തത്, എന്താണ് വിൻഡോസ് എക്സ്പ്ലോറർ? കുറേ നേരമായി വിൻഡോസ് എക്സ്പ്ലോറർ എന്ന് പറയുന്നത്. എന്താ ഈ വിൻഡോസ് എക്സ്പ്ലോറർ എന്താണ് നോക്കാം. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ ഡ്രൈവുകളും ഫോൾഡറുകളും ഫയലുകളും കണ്ടെത്താനും കൈകാര്യം ചെയ്യാനും ഉപയോഗിക്കുന്നു. ഡ്രൈവും ഫോൾഡറും പ്രത്യേകം തുറക്കുന്നതിന് പകരം ഒരൊറ്റ സ്ക്രീനിൽ കാണാനും വിൻഡോസ് എക്സ്പ്ലോറർ സഹായിക്കുന്നു. അതായത് ഒരു കമ്പ്യൂട്ടർ, ഒന്നുകൂടി പറഞ്ഞുതരാം, ഒരു കമ്പ്യൂട്ടറിന്റെ ഡ്രൈവുകളും ഫോൾഡറുകളും
ഫയലുകളും കണ്ടെത്താനും എവിടെയാ എന്താണെന്ന് വെച്ചാൽ കണ്ടെത്താനും അതിനെ കൈകാര്യം ചെയ്യാനൊക്കെ സഹായിക്കുന്നു. പകരം ഇത് ഒറ്റ സ്ക്രീനിൽ ഇവയൊക്കെ നമുക്ക് പ്രത്യേകം ഫയൽ തുറന്ന് ഫോൾഡർ തുറന്ന് അങ്ങനെ തുറക്കുന്നതിന് പകരം ഇവയൊക്കെ ഒരൊറ്റ സ്ക്രീനിൽ കാണാനും നമുക്ക് വിൻഡോസ് എക്സ്പ്ലോറർ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് ടു റീനെയിം എ ഫയൽ ഓർ ഫോൾഡർ. എങ്ങനെയാണ് ഒരു ഫയലിൻ്റെ ഫോൾഡർ റീനെയിം ചെയ്യുക? റീനെയിം എന്ന് വെച്ചാൽ പേര് മാറ്റി കൊടുക്കുക അല്ലേ? നമുക്കൊരു ഫയലിൻ്റെ പേര്, ഇപ്പോൾ ഒരു ഫയലിൻ്റെ പേര് എന്താ, ABC എന്നുള്ള ഫയലിൻ്റെ പേര് പിന്നെ XYZ എന്നാക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഫയലിൻ്റെ പേര് ഉള്ള പേര് മാറ്റി വേറെ പേരിനാണ് റീനെയിം എന്ന് പറയുന്നത് അല്ലേ? നമ്മളെ പേരിനൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റില്ല, പക്ഷെ ഫയലിന് ഫോൾഡർ എന്താ പറ്റും, പേരിൽ ഇങ്ങനെ ഒരു ഇഷ്ടത്തിന് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് റീനെയിം ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഫയലിൻ്റെ ആയിക്കോട്ടെ ഫോൾഡറിൻ്റെ ആയിക്കോട്ടെ പേര് മാറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സേവ് ആക്കി, അത് നമുക്ക് മാറ്റി വേറെ എന്തെങ്കിലും നമ്മളെ സ്കൂളിലെ പേരാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹിസ്റ്ററി എന്നായിരിക്കും നമ്മളൊരു അസൈൻമെൻറ്റ് സേവ് ആക്കുക, പക്ഷെ അത് മാറ്റി നമുക്ക് പൊളിറ്റിക്സ് എന്നാക്കണം. അങ്ങനെ എന്തെങ്കിലും പേര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഈ റീനെയിം ഓപ്ഷൻ. അതെങ്ങനെയാണ് ചെയ്യാന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സ്റ്റെപ്പ് ടു റീനെയിം എ ഫയൽ ഓർ ഫോൾഡർ. ഫയലിൻ്റെയോ ഫോൾഡറിൻ്റെ പേര് എങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റും? ഡെസ്ക് ടോപ്പിൽ മൈ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്യുക. പേര് മാറ്റുന്നതിനുള്ള ഫയൽ ഏത് ഡ്രൈവിലാണോ ആ ഡ്രൈവ് തിരഞ്ഞെടുക്കുക. പിന്നീട് ആ ഫയൽ തിരഞ്ഞെടുക്കുക, പേര് മാറ്റി നൽകുക, അല്ലെങ്കിൽ ഫയൽ നെയിമിൽ തിരഞ്ഞെടുത്ത് റീനെയിം ഓപ്ഷൻ കൊടുക്കുക. ആർക്കെങ്കിലും മനസ്സിലായിക്കാം? ഇല്ല, മനസ്സിലാവില്ല. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞുതരാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഏത് ഫയലാണോ ഏത് ഫോൾഡറാണോ തുറക്കേണ്ടതെന്ന് നോക്കുക. ഏത് ഫയലാണോ ഏത് ഫോൾഡറാണോ നമുക്ക് പേര് മാറ്റേണ്ടതെന്ന് ഉണ്ടാവില്ല. പേര് മാറ്റി നമ്മൾ വിചാരിച്ച ഫയലോ ഫോൾഡറോ ഉണ്ടാവില്ലേ, അതെടുക്കുക, അത് ഓപ്പൺ ചെയ്യുക. അത് ഏത് ഡോക്യുമെന്റിലോ എവിടെയാണോ അതുള്ള അതിനെ കണ്ടുപിടിച്ചത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് പേര് മാറ്റേണ്ട ഫയലും ഫോൾഡറും നമ്മളെ കൈ കിട്ടി. എന്നിട്ട് അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മളെ മൗസില്ലേ ഇൻപുട്ട് ഡിവൈസ്, അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീനെയിം എന്നുള്ള ഓപ്ഷൻ കാണാം. ഓക്കെ, റീനെയിം എന്നുള്ള നമ്മൾ ഏതാണോ ഫയലാണോ ഏത് ഫോൾഡറാണോ നമുക്ക് പേര് മാറ്റേണ്ടത് അത് ഓപ്പൺ ചെയ്തിട്ട് മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക്, ലെഫ്റ്റ് റൈറ്റ് ഞാൻ പഠിപ്പിക്കണ്ടല്ലോ അല്ലേ, വലത് കൊടുത്തു, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വലത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീനെയിം എന്ന ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് പേരാണോ നമുക്ക് മാറ്റേണ്ടത് ആ പേരവിടെ കൊടുക്കുക. അപ്പോൾ പേര് മാറും. സിമ്പിളാണ്. നേരത്തെ പറഞ്ഞതിനേക്കാൾ ഇപ്പോൾ പറയല്ലേ, മനസ്സിലായേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഏത് ഫയലാണോ ഏത് ഫോൾഡറാണോ നമുക്ക് പേര് മാറ്റേണ്ടത് അതെടുക്കുക. എന്നിട്ട് അതിൻ്റെ അവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീനെയിം എന്ന ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്തിട്ട് പേര് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളെ പേര് മാറും. ഓക്കെ, ഇനി ഹൗ ടു ക്രിയേറ്റ് എ ഫോൾഡർ. എങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാക്കുക? നമ്മൾ ആദ്യം തന്നെ ഇപ്പം പേര് മാറ്റാൻ പോയി, അത് ഈ ഫയലോ ഫോൾഡർ ഉണ്ടാക്കണ്ടേ? എങ്ങനെ ഈ ഫോൾഡർ ഉണ്ടാക്കുക? എങ്ങനെയാണ് നോക്കാം. ആദ്യം നമുക്ക് എവിടെയാണോ ഫോൾഡർ ഉണ്ടാക്കേണ്ടത് അത് നമ്മളെ കമ്പ്യൂട്ടറിൽ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവും, ഇവിടെ കാണും. കമ്പ്യൂട്ടറിന് താഴെ കാണുന്ന ഒരു ഭാഗമാണ് സ്റ്റാർട്ട് ബട്ടൺ. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ഡോക്യുമെന്റ്സിലാണല്ലോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മൈ ഡോക്യുമെന്റ്സിലുള്ള ഓപ്ഷൻ കാണും, അത് ഓപ്പൺ ചെയ്യുക. അതിൽ ഫയലിന് കാണും, മൈ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തതിൽ ഫയലിന് കാണും, അതെടുക്കുക. അതിൽ ന്യൂ ഫോൾഡർ, പുതിയ ഫോൾഡർ ഉണ്ടാക്കേണ്ട ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോൾഡർ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഫോൾഡർ ഉണ്ടായി കഴിഞ്ഞ്. വേണേ നമുക്ക് അതിന് പേരും കൊടുക്കാം. ഓക്കെ, എങ്ങനെയാണ്? സ്റ്റാർട്ട്, അതിൽ മൈ ഡോക്യുമെന്റ്സ്, അതിൽ ഫോൾഡർ, അതിൽ ഫയൽ മെനു, അതിൽ ഫോൾഡർ, ന്യൂ, അതിൽ ഫോൾഡർ. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഫോൾഡർ ഉണ്ടാക്കുക. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക, ഡോക്യുമെന്റ്സ് ക്ലിക്ക് ചെയ്യുക, ഫയൽ മെനു എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക, ന്യൂ, പുതിയ ഫോൾഡറിൽ നമുക്ക് ഉണ്ട്, അപ്പോൾ ന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോൾഡർ എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോൾഡർ ഉണ്ടായി. കുറേ നേരമായി ഇവർ ഫോൾഡർ എന്ന് പറയുന്നത്. എന്താ ഈ ഫോൾഡർ? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാ? അപ്പോൾ നമുക്ക് പറയാം എന്താ ഈ ഫോൾഡർ എന്ന് നമുക്ക് ആദ്യം പറയാം. ഓക്കെ, എന്താണ് ഫോൾഡർ? നമ്മൾ പറയുന്നത് എല്ലാവരും പറയും ആ ഫോൾഡറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി, ഈ ഫോൾഡർ സൂക്ഷിച്ച് വെച്ചാൽ മതി, ഇക്കാര്യങ്ങളെല്ലാം ഈ ഒരു ഫോൾഡറിൽ ചെയ്യണം, അതെല്ലാം നമ്മളിവിടെ കിടക്ക് പറയാം. എന്താ ഈ ഫോൾഡർ? നോക്കാം. കമ്പ്യൂട്ടറിൽ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ഓരോ ഫയലുകളായിട്ടാണ്
സേവ് ചെയ്യപ്പെടുന്നത് അല്ലേ. നമ്മൾ സേവ് ചെയ്യുന്നതിൽ ഓരോ നമ്മൾ സേവ് ചെയ്താൽ അത് ഫയൽ ഫോർമാറ്റിലാണ് കമ്പ്യൂട്ടറിൽ സേവ് ആകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ട് സേവ് ആക്കുമ്പോൾ ഓരോ ഫയലായിട്ടാണ് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. ഒന്ന് സേവ് ആക്കി അതൊരു ഫയലായി. ഇനി വേറൊരു കാര്യം ചെയ്യുമ്പോൾ അതും വേറെ ഫയലായി. അങ്ങനെ നമ്മൾ എന്തെല്ലാം സേവ് ആക്കും അത് ഓരോ ഫയലുകളായിട്ടായിരിക്കും സേവ്. എല്ലാം ഒരേ ഫയലിലാണോ സേവ് ആവുക? അല്ല, നമ്മൾ ഓരോ പേര് കൊടുത്തിട്ടില്ലേ സേവ് ആക്കുക. അപ്പോൾ അങ്ങനെ അത്രയും ഫയലുകൾ കമ്പ്യൂട്ടറിൽ ഉണ്ടായിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ കുറേ പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടർ ചെയ്യുമ്പോൾ അത്രയധികം ഫയലുകൾ നിർമ്മിക്കപ്പെടും അല്ലേ. നമ്മൾ എത്രയാണ് ഒരു ദിവസം സേവ് ആക്കുന്നത് അത്രയും ഫയലുകൾ. ഒരു ദിവസം നമ്മൾ 10 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ഫയൽ സേവ് ആയിരിക്കും. ഒരു ദിവസം 100 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 കാര്യങ്ങൾ 100 ഫയലുകളായിട്ടാണ് കമ്പ്യൂട്ടറിൽ സേവ് ആവുന്നത്. അപ്പോൾ അങ്ങനെ സേവ് ആകുമ്പോൾ കമ്പ്യൂട്ടറിൽ അത്രയും ഫയലുകൾ നിർമ്മിക്കപ്പെടുന്നു അല്ലേ. ഈ ഫയലുകൾ പിന്നീട് ഉപയോഗിക്കണമെങ്കിൽ അവ ശരിയായി ക്രമീകരിച്ച് സൂക്ഷിച്ചു വെക്കണം അല്ലേ. നമ്മൾ സേവ് ചെയ്ത ഫയൽ നമുക്ക് അന്നേരം ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് പിന്നെ ആയിരിക്കും അതിൻ്റെ ആവശ്യം. അപ്പോൾ അങ്ങനെ ആവശ്യം വരുമ്പോൾ ഈശ്വര അത് എവിടെയാളി, ആ ഫയൽ എവിടെയാളി, കുറേ അധികം നമ്മൾ സേവ് ആക്കുമ്പോൾ അത് എവിടെയാ, അതിൻ്റെ പേരെന്തേനോ ഇതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നല്ല നീറ്റായിട്ട് നല്ല രീതിയിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഓർഡറിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അതിനുള്ള സംവിധാനമാണ് എന്ത്, ഈ ഫോൾഡർ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ഫയലുകൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ സേവ് ചെയ്ത് പോകും. അത്രയധികം ഫയലുകൾ നമ്മളെ കമ്പ്യൂട്ടറിൽ എന്തായിപ്പോവും, നിർമ്മിക്കപ്പെടും. അത്രയധികം ഫയലുകൾ ഉണ്ടാവും. അങ്ങനെ ആ ഫയലുകളെല്ലാം ഒരുമിച്ച് നമുക്ക് സേവ് ചെയ്യാനുള്ള, സൂക്ഷിച്ച് വെക്കാനുള്ള ഓപ്ഷനാണ് എന്ത്, ഈ ഫോൾഡർ. വേണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 20 ഫയൽ നമ്മളൊരു ദിവസം സേവ് ചെയ്ത് അതിൽ 10 ഫയൽ ഇന്ന ആവശ്യത്തിനാണ്, അതൊരു ഫോൾഡറിൽ സേവ് ആക്കി ആ ആവശ്യം അവിടെ കൊടുത്ത് 10 ഫയൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെ കുട്ടികളുടെ ഡാറ്റയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. ആദ്യം നിങ്ങളെ പേരെല്ലാം ഒരു ഫയൽ സേവ് ചെയ്ത്, നിങ്ങളെ അഡ്രസ്സ് എല്ലാം ഒരു ഫയൽ സേവ് ചെയ്ത്, നിങ്ങളെ ഫോൺ നമ്പർ എല്ലാം ഒരു സേവ്. അപ്പോൾ ഇത്രയും എന്തായി, കുറേ ഫയൽ ഇപ്പം ഓൾറെഡി സേവ് ആയി. അപ്പോൾ നമുക്ക് ഈ പരക്കെ സേവ് ചെയ്ത് വെച്ചതിനെല്ലാം ഒരു ക്രമീകരിച്ച് സൂക്ഷിച്ച് വെക്കണം. വേണമെങ്കിൽ നിങ്ങളെ പേരെല്ലാം ഒരു ഫോൾഡറിലാക്കി സേവ് ചെയ്ത് വെച്ച്, ഇനിയിപ്പോൾ നിങ്ങൾ ഫോൺ നമ്പറൊക്കെ വേറെ നമ്പറിൽ സേവ് ചെയ്ത് വേറൊരു ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ച്, ഇനിയിപ്പോൾ നിങ്ങൾ അഡ്രസ്സ് അത് വേറൊരു ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയലുകളുടെ ഓരോ ഫോൾഡറിലാക്കി മാറ്റുന്നതിന്, സൂക്ഷിച്ച് വെക്കാനുള്ള സംവിധാനത്തെയാണ് നമ്മൾ ഫോൾഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോൾഡർ മനസ്സിലായല്ലോ. അടുത്തതാണ് ഹൗ ടു ഇൻസ്റ്റാൾ എ ന്യൂ ഫോൾഡർ, ന്യൂ സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ നേരത്തെ സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിച്ചു. ഇനി ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഹൗ ടു ഇൻസ്റ്റാൾ എ ന്യൂ സോഫ്റ്റ്വെയർ. ആദ്യം എപ്പോഴും ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ കൺട്രോൾ പാനൽ എന്ന ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റാർട്ടിൽ കൺട്രോൾ പാനൽ, അതിൽ ആഡ് അല്ലെങ്കിൽ റിമൂവ് പ്രോഗ്രാം എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, നമുക്ക് ഡിലീറ്റ് ആക്കണമെങ്കിൽ ഇതേപോലെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്തെങ്കിലും എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക, അതിൽ ആഡ് അല്ലെങ്കിൽ റിമൂവ് പ്രോഗ്രാം എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആഡ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ആഡ് എന്നുള്ളത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്നിട്ട് എവിടെയാണോ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉള്ളത് സെലക്ട് ചെയ്യുക. ഒന്നെങ്കിൽ CD-യിലോ അല്ലെങ്കിൽ ഫ്ലോപ്പിയിലോ എവിടെയാണോ നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട് അവിടെ ഓട്ടോമാറ്റിക്കലി ഓരോ ഓപ്ഷൻസ് വരും, ഓരോ നിർദ്ദേശങ്ങൾ വരും. അതിനനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് വരും, ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി എങ്ങനെ ഒരു ഹാർഡ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ഹൗ ടു ഇൻസ്റ്റാൾ ഹാർഡ്വെയർ. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത പോലെ തന്നെ ഒരു ഹാർഡ്വെയർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക. വിൻഡോസ് അല്ലെങ്കിൽ പുതിയ ഹാർഡ്വെയർ ഘടകങ്ങളായ ഡിജിറ്റൽ ക്യാമറ, അല്ലെങ്കിൽ സ്കാനർ, അല്ലെങ്കിൽ CD റോ ഡ്രൈവ്, DVD ഡ്രൈവ്, MP3 ഡ്രൈവർ, സൗണ്ട് കാർഡ്, വീഡിയോ കാർഡ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് കാർഡ് തുടങ്ങിയവ കമ്പ്യൂട്ടറിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് നെറ്റ്വർക്ക് കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, DVD ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, സൗണ്ട് കാർഡ്, വീഡിയോ കാർഡ്, ഇതൊക്കെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത് അല്ലേ. ഇത് ഹാർഡ്വെയർ എങ്ങനെയാണ് നമ്മളെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അത് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് ഹാർഡ്വെയർ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ്വെയറും ഇൻസ്റ്റാൾ ആയിട്ട് കാണും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സിമ്പിൾ അല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ? ഓക്കെ.